ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ഹാപ്പിനെസ്. അപ്പോൾ ദേ ഞങ്ങളിങ്ങനെ മുടിയൊക്കെ ചീവി നല്ല സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് പോകുന്നത് ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. അത് കാണാനാണ് കേട്ടോ. അവിടെ പോയപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയത്. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ നല്ല ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പോസ്റ്റൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. രാത്രി നേരത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് കാക്കനാട് വരെ പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് അതിനകത്തേക്ക് എൻട്രി ആയപ്പോഴാണ് അറിയുന്നത് ഒരാൾക്ക് ₹500 കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ പെർ ഹെഡ് 500, അപ്പോൾ ₹1000 അങ്ങനെ തന്നെ പോകും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ആ കാശിന് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അതിൻ്റെ ഉള്ളിലൊന്നും കയറാതെ തിരിച്ചിറങ്ങി. അപ്പോൾ തിരിച്ചിറങ്ങാൻ കുറേ നാളായി നമ്മുടെ കാക്കനാട് മിനിസോയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ വെറുതെ വിചാരിച്ചു പോണ വഴിക്ക് ഓപ്പണായി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ വിചാരിച്ചു എന്തായാലും അവിടെ ഒന്ന് കയറാമെന്ന് കേട്ടോ. അപ്പോൾ ദേ അവിടെയൊക്കെ കയറി ഫുൾ അരിച്ച് പെറുക്കി കുറച്ച് കാക്കി പീക്കിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ചു വന്നു കേട്ടോ. വാവയ്ക്ക് അവിടെ എത്തിയപ്പോൾ കുറേ സാധനങ്ങൾ വേണമെന്നുണ്ടായിരുന്നു. എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ അതെല്ലാം വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒന്നും വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ ഷോപ്പ് തന്നെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഞാനും എന്നെ തന്നെ സ്വയം കൺട്രോൾ ചെയ്തു. ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇങ്ങനെ പ്രൈസ് വൈസ് ഒക്കെ നോക്കിയപ്പോൾ അത് അത്ര അങ്ങോട്ട് വേണ്ടാന്ന് എനിക്ക് തോന്നി ട്ടോ. അത്രയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ അനാവശ്യമായിട്ട് പൈസ കളയില്ല എന്നുള്ളതിൻ്റെ തീരുമാനം കൊണ്ട് തന്നെ ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ദേ കുറേ സാധനങ്ങൾ അവങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതങ്ങനെ ചെയ്യാം, അതിങ്ങനെ പല സാധനങ്ങളും എന്താണെന്ന് ഉള്ളത് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഉണ്ണിക്കിതെല്ലാം കറക്റ്റായിട്ട് അറിയായിരുന്നു ട്ടോ. അവളിങ്ങനെ എല്ലാം കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടി വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു ട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് നമുക്ക് എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ക്യാമറയിലാണെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി കാർഡ് വരെ ഫുള്ളാണ്. അത്രയും കുറേ ഇങ്ങനെ വീഡിയോസും പിന്നെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഫുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പണ്ട് തൊട്ടുള്ള കുറേ ഫോട്ടോസുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് അതൊക്കെ ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ മെമ്മറിയൊക്കെ ഫുള്ളായതുകൊണ്ട് തന്നെ വേറെ അഡീഷണൽ വീഡിയോസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ നമ്മളുടെ എന്താ പറയുക, വെറുതെ ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട് അങ്ങനെ പോകുമല്ലോ. അങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്പേസിൻ്റെ കുറവ് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ കുറച്ച് മുൻപ് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതൊക്കെ ക്രിസ്മസിൻ്റെ വീഡിയോസാണ്. പക്ഷേ ഞാനതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി പുതിയ വീഡിയോസ് എടുക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചധികം വീഡിയോസ് ഇതുപോലെ നമുക്ക് വരാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു വിചാരിക്കുന്നു. ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാതിരിക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.